കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ കേരള സന്ദർശനം പ്രഹസനമാകരുതെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പ്രായോഗികമായ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനാകണം സന്ദർശനം. കേരളം സന്ദർശിക്കുമെന്ന് പറയുമ്പോഴും കേന്ദ്രമന്ത്രിയുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്നും എ.കെ. ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളം സന്ദർശിക്കുമെന്നായിരുന്നു കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം നല്ലതാണെന്നും പക്ഷേ അത് പ്രഹസനമാകരുതെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ചു. ആവശ്യമായ എല്ലാ കാര്യങ്ങളും കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കമാണ്. കേരളത്തിൻ്റെ വിഷയങ്ങൾ നേരിട്ടറിയാൻ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് സ്വാഗതാർഹമായ നിലപാടാണ്. പക്ഷേ ഇന്നലകളിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പ്രഹസനമാകാതിരിക്കാൻ അദ്ദേഹമാണ് മാതൃക കാണിക്കേണ്ടത്. അദ്ദേഹത്തോട് കേന്ദ്ര ഗവൺമെൻറ് അഭ്യർത്ഥികളുടെ സന്ദർശനം പ്രഹസനമാകരുത്, പ്രായോഗികമായ പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നത് ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരമാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ നൽകിയത്. ഇത് നിരുത്തരവാദിത്തപരമാണെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ വിമർശിച്ചു. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരം പാർലമെന്റിലും മറ്റു സ്ഥലത്തും നടത്തുന്നത് ഒരു നിരുത്തരവാദപരമായ നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും തിരുത്താൻ തയ്യാറെങ്കിൽ അത് നല്ല കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസകരമായ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനം നിയമം ഭേദഗതി വരുത്താൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് അസാധ്യമാണെന്നാണ് കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത VG 24.